അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നോക്കൂ, രാത്രി ഇരുണ്ട വെളുക്കുമ്പോഴേക്ക് എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആക്കി ഏതോ ഒരു പ്രമുഖൻ പാലക്കാട് എത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റിൽ ചെയ്തു. എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ഇവർക്ക് പണം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ നേരത്തെ ഗണേഷ് കുമാർ ആദ്യ ഭാര്യയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. വീട് കൊടുത്തു, കൂടുതൽ പണം കൊടുത്തു, അങ്ങനെയൊക്കെയാണ് ഒഴിവാക്കിയത്. അതുപോലെ ഈ സെറ്റിൽമെൻറ്റിൽ പണം കൈമാറി എന്നാണ് അറിയുന്നത്. പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇടനിലക്കാരനായത്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന ഘട്ടത്തിൽ ഒരു മന്ത്രി രാജിവെക്കുന്നത് അത് ഇടതുമുന്നണിയുടെ പ്രതിച്ഛായ ഒന്നുമില്ല, പക്ഷേ അതിനെ ബാധിക്കും എന്നൊക്കെയുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രിക്ക് രാത്രി സെറ്റിൽ ചെയ്തു. അതുകൊണ്ടാണല്ലോ മലക്കം പറഞ്ഞത്. പക്ഷേ ഇവിടെ പോലീസിന് ചില വകുപ്പുകൾ പ്രകാരമൊക്കെ കേസെടുക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ കയ്യേറ്റം ചെയ്തു എന്ന് മന്ത്രി പത്നി തന്നെ പറയുന്നുണ്ട്. ഗണേഷിൻ്റെ ഡ്രൈവർ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല 112 ഇവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് റെക്കോർഡഡ് മെസ്സേജാണ്. ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം എന്താണ് അത് പരിശോധിക്കേണ്ട ബാധ്യത കേരള പോലീസിനുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് പരാതിപ്പെട്ടു. എന്നിട്ടും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു എന്നുള്ളതാണ്. വേണമെങ്കിൽ കേരള പോലീസിന് ഇടപെടാമായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. അവിടെയാണ് അധികാരത്തിൻ്റെ ധാർഷ്ട്യം. ആ ചെങ്കോല് എടുത്ത് വീശാൻ ഗണേശന് സാധിച്ചു. കേരളത്തിലെ ഒരു മന്ത്രിയുടെ പത്നിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾ സമാനമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെയൊക്കെ നെറ്റ് റിസൾട്ട്? നമ്മളിതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പോലീസ് ആക്ട് ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോലീസ് വൃത്തിയായിട്ട് ആക്ട് ചെയ്തല്ലോ. കാരണം അവർ 112 വിളിച്ച സമയത്ത് അവർ ഈ പ്രശ്നത്തെ കൃത്യമായിട്ട് ഒരു തരത്തിലും ഇടപെടാതെ കൊണ്ടുള്ള വൃത്തിയായ ആക്ടിങ് അവർ നടത്തി. അതാർക്ക് വേണ്ടിയാണ്? സർക്കാരിന് വേണ്ടിയാണ്. പോലീസ് സർക്കാരിൻ്റെ വിടുപണി ചെയ്യുന്ന ഒരു മേഖലക്കാരായി മാറി എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള തെളിവ് തന്നെയാണത്. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവർ ഭാര്യ ഭർത്തൃബന്ധത്തിനകത്ത് വഴക്കുണ്ടാവുകയോ വഴക്ക് തീരുകയോ ഗണേശേട്ടൻ നല്ലാവുകയോ ഗണേശേട്ടൻ പൊട്ടയാവുകയോ അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള തർക്കം പേഴ്സണലായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രം. പേഴ്സണലായിട്ടുള്ള തർക്കം പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയായത് എങ്ങനെയാണ്? ഞാനോ അനിൽ നമ്പ്യാരോ ആക്കിയതല്ലോ. ഈ വ്യക്തി തന്നെ നീതിന്യായ വ്യവസ്ഥയിൽ ലോ ആൻഡ് ഓർഡറിനകത്ത് കൃത്യമായി വിളിച്ചു പറഞ്ഞ് അതാ എന്നെ തല്ലുന്നു, എന്നെ അടിക്കുന്നു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇവർ തന്നെയല്ലേ വിളിച്ചു പറഞ്ഞത്. ആ വിളിച്ചു പറയുന്ന സമയത്ത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനകത്ത് ഇതേ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ഇതേ തർക്കം വന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുമായി ബന്ധപ്പെട്ട സമയത്ത് ഇതേ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം എന്താ? യാമിനി തങ്കച്ചിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെടുത്ത തീരുമാനം എന്താണ്? മുഖ്യമന്ത്രി എന്ന രീതിയിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ആ ചോദ്യം ഇന്ന് കേരളക്കര മുഖ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനായിട്ടുള്ള പിണറായി വിജയൻ, ബഹുമാനം എന്ന് വിളിക്കണമെന്നല്ലോ സർക്കുലർ, അതുകൊണ്ട് വിളിച്ചാട്ടോ ഞാൻ എഴുതിയത്. ചോദിക്കട്ടെ സാർ, ഇവർ ഈ കാര്യം എന്ത് തീരുമാനമെടുത്തു എന്ന് പൊതുസമൂഹത്തിന് അറിയാനുള്ള അഭിപ്രായമുണ്ട്. പൊതുസമൂഹത്തിന് അറിയാനുള്ള താല്പര്യമുണ്ടാകുന്നത് പൊതുസമൂഹം ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കയ്യേറുന്നത് കൊണ്ടല്ല. പൊതുസമൂഹം അത് എത്തി നോക്കാൻ താല്പര്യവുമില്ല. പൊതുസമൂഹത്തിനെ മാന്തി വിളിക്കുകയാണ്. ദേ എന്നെ തല്ലി, ദേ എന്നെ അടിച്ചു, ദേ എന്നെ ഉപദ്രവിച്ചു, ദേ ഡ്രൈവർ എന്നെ തല്ലി, ഇന്നത് കണ്ടു ഞാൻ, ഇന്നത് പടെടുത്തു ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഈ പൊതുസമൂഹത്തിനെ മാന്തി കഴിഞ്ഞിട്ട് ഇപ്പം പറയുകയാണ് പൊതുസമൂഹമേ നിങ്ങളാണ് തെറ്റ്, മാധ്യമങ്ങളെ നിങ്ങളാണ് തെറ്റ്, സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ്. മാധ്യമങ്ങൾ ആരും ഇത് പടെടുക്കാൻ പോയില്ലല്ലോ, മാധ്യമങ്ങൾ ആരും ഇത് ഷൂട്ടെടുക്കാൻ പോയില്ലല്ലോ. പടെടുത്തതും ഷൂട്ടെടുത്തതും ഒക്കെ നിങ്ങളുടെ കൂടെയുള്ള ആൾ തന്നെയല്ലേ. അവർ തന്നെയല്ലേ ഇത് പുറത്ത് പറഞ്ഞത്, അവർ തന്നെയല്ലേ പോലീസിനെ വിളിച്ചത്, അവർ തന്നെയല്ലേ. ഇത് അദ്ദേഹം മന്ത്രിയായി എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ. വ്യക്തിപരമായ കാര്യങ്ങൾ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ നിങ്ങൾ ആ പൊതുസമൂഹം ആ വിഷയം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ ആ വിഷയം അന്വേഷിക്കുമ്പോൾ മാധ്യമ വിഷയം അന്വേഷിച്ച് നിങ്ങൾ മന്ത്രിയായതുകൊണ്ടാണ്, നിങ്ങൾ മാതൃകാ പുരുഷം ആകേണ്ടത് കൊണ്ടാണ്, പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ട വ്യക്തിയാണല്ലോ മന്ത്രി എന്ന് പറയപ്പെടുന്നത്. ആ മന്ത്രി ആ മാതൃക തെറ്റിച്ചതുകൊണ്ടാണ് പൊതുസമൂഹം ആ വിഷയത്തിൽ ഇടപെട്ടത്, മാധ്യമ വിഷയത്തിൽ ഇടപെട്ടത്, രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെട്ടത്. പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയോട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ പുറത്താക്കണമെന്ന്. കാരണം
ഞാനും അപ്പനും സുഭദ്രയും അടങ്ങുന്ന ഒരു ട്രസ്റ്റായി കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹം തന്നെ തീരുമാനമെടുക്കുന്ന ഒരു ശൈലി വരുമ്പോൾ അവിടെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടാൻ വേറെ ആർക്കും സാധിക്കില്ല. കാരണം ആരോട് ആവശ്യപ്പെടണം? ആരോടും ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല. തീരുമാനമെടുക്കുന്നതൊക്കെ അയാൾ തന്നെ, അയാളുടെ ഒരു പെട്ടി പാർട്ടിയുമായിട്ട് അദ്ദേഹം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ആ തീരുമാനത്തിൽ അദ്ദേഹം പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. കേരള സമൂഹത്തിന് ധാർമ്മികത എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന സമയത്ത് ആ ധാർമ്മികത അവനവൻ്റെ ക്യാബിനറ്റിലിരിക്കുന്ന വ്യക്തി ഒരു വിഷയത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ ധാർമ്മികതയുടെ അർത്ഥം പിണറായി വിജയൻ പെട്ടെന്ന് മറന്നുപോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. സെലക്റ്റീവ് പൊളിറ്റിക്സ്, സെലക്റ്റീവ് ശൈലി മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹം നടപ്പിലാക്കരുത്. ഇടതുപക്ഷ സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് സകലവിധ പേക്കൂത്തുകളും ചെയ്യാനുള്ള മേഖലയാക്കി കേരള സമൂഹത്തെ പടച്ചു വിട്ടിട്ട് അതൊക്കെ ശരിയും മറ്റുള്ളവർ ഇതിൻ്റെ ഏതെങ്കിലും ഒരു അംശം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റുമായി കാണുന്ന ആ സെലക്റ്റീവ് കണ്ണുണ്ടല്ലോ, ആ കണ്ണാണ് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ തിരിഞ്ഞു കൊത്താൻ പോകുന്നത്. കേരളത്തിലെ സ്ത്രീകൾ, കേരളത്തിലെ അമ്മമാർ പരിപൂർണമായി എതിർക്കാൻ പോകുന്ന വിഷയം ഇതാണ്. അവർക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലോ. ഇതേപോലെ ഞങ്ങളെ ഉപദ്രവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാളുടെ ഭൂരിപക്ഷം പത്തനാപുരത്ത് അയാളുടെ ഭൂരിപക്ഷം ഇരട്ടിയാവുന്നല്ലേ? ആ ഒരു അഹങ്കാരം നോക്കിയേ. അതായത് ഈ വിഷയം ഒന്നും ചർച്ച ചെയ്യില്ല, പത്തനാപുരത്തുകാർക്ക് അറിയാം, എൻ്റെ ജാതകം അറിയാം എന്നൊക്കെ പറയല്ലേ, വീണ്ടും വീണ്ടും ഊറ്റം കൊള്ളുകയല്ലേ? അല്ല, അദ്ദേഹത്തിന് ജാതകം അറിയാം, അദ്ദേഹത്തിന്റെ എക്സ്റേ, അതൊരു ഭാഷ, അദ്ദേഹത്തിന്റെ എക്സ്റേ പത്തനാപുരക്കാർക്ക് അറിയാം എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ ഇതേ പത്തനാപുരക്കാർ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളട്ടെ. കേരളത്തിലെ 139 നിയോജക മണ്ഡലത്തിലെ ആളുകൾ പത്തനാപുരത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ പുറത്ത് പോയി മതിലമ കയറിയിരുന്ന് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കി ഉണ്ടായ വിഷയമല്ല ഇത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആള് തന്നെ, അദ്ദേഹത്തിൻ്റെ പത്നി തന്നെ ഉന്നയിച്ച വിഷയമാണ് എന്നുള്ള ബോധ്യം പത്തനാപുരത്തിനുണ്ടായിക്കോട്ടെ. ഞങ്ങളൊന്നേ പറയുന്നുള്ളൂ, അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പുതിയത് വാങ്ങിക്കുന്നു, വണ്ടികൾ പുതിയത് ഓടിക്കുന്നു, വിവിധ വണ്ടികൾ അദ്ദേഹം മാറ്റി ഓടിക്കുന്നു. അങ്ങനെയൊക്കെ കേരളത്തിനകത്ത് വിവിധ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പലരെയും പുച്ഛിച്ചും പലരെയും കളിയാക്കിയും അത് തമാശ രൂപേണയാണ് എന്നൊക്കെ വാക്കി തീർത്ത് വലിയ രീതിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ വക കാര്യങ്ങളിലും അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹം ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലേ? എന്നെ കുറ്റം പറയാൻ അങ്ങ് തയ്യാറാകണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകണം? മിനിമം ആ കുറ്റം പറയുന്ന കാര്യത്തിൽ നിന്ന് അങ്ങ് മാറിയിരിക്കാനുള്ള ബാധ്യത കൂടി അദ്ദേഹത്തിനില്ലേ? ആ കാര്യം അദ്ദേഹം മറക്കരുത് എന്നുള്ളത് മനസ്സിലാക്കണം. പത്തനാപുരം എക്സ്റേ കണ്ടാലും കുഴപ്പമില്ല, MRI സ്കാൻസ് കണ്ടാലും കുഴപ്പമില്ല, റിസൾട്ടുകൾ കണ്ടാലും കുഴപ്പമില്ല. പത്തനാപുരം ഒരു കാര്യം ഇത്തവണ തീരുമാനിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാ കാലത്തും ഇതിങ്ങനെ മുഖത്ത് ലിപ്സ്റ്റിക്കിന് വാരി തേച്ച് അവിടെ തല്ലി ഇവിടെ തല്ലി പരാതി, പരിഭവം, പിണക്കം, സങ്കടം, 112 അത് ഇത് കുറേ കഴിയുമ്പോൾ ആളുകൾക്ക് മടുക്കൂലേ? അപ്പോൾ ഇതിലും അദ്ദേഹം പത്തനാപുരം മടുക്കുമെന്നാണ് എനിക്ക് വിശ്വാസമുള്ളത്, എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങളൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയെന്നേ, ഈ വക ഈ തൊട്ടിക്കളികളൊക്കെ മാറി തുടങ്ങി. സ്വാഭാവികമായിട്ട് കേരളത്തിലെ പത്തനാപുരത്തെ ജനങ്ങൾ അതിനെ പരിപൂർണമായി എതിർത്തുള്ളൊരു പ്രവർത്തന ശൈലി ഇത്തവണ ഉണ്ടാകും. അമ്മമാർ അതിൽ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധാർമ്മികമായ തീരുമാനമെടുക്കാൻ നമുക്ക് ആവശ്യപ്പെടാം, രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാം. ആരോട് ആവശ്യപ്പെടാം? കേരളത്തിലെ പിണറായി വിജയനോട്. കേരളത്തിലെ പിണറായി വിജയനോട് എന്താവശ്യപ്പെടാം? ശശീന്ദ്രൻ മന്ത്രിക്കെതിരെ എന്തെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടതാണ്? എന്ത് കാര്യമുണ്ടായി? എത്ര ആളുകളുണ്ട്, എത്ര MLA-മാരുണ്ട്? ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കാൻ പോകുന്നില്ല. പിന്നെ 1.5 മാസം കൂടി അത് സഹിക്കണ്ടോ? അതുകൊണ്ട് പിന്നെ നമ്മൾ പറയണം, 1.5 മാസം കൂടി കേരള ജനതയെ വെല്ലുവിളിച്ചങ്ങ് മുന്നോട്ട് പോ. ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് കാണാമല്ലോ. ഓക്കെ.